രണ്ട് വെടിവെപ്പും പാകിസ്ഥാന്റെ പൊളിഞ്ഞു. ഒന്ന് യഥാർത്ഥത്തിലുള്ള വെടിവെച്ചതും പൊളിഞ്ഞു. രണ്ടാമത് നമ്മൾ നാടൻ ഭാഷയിൽ പറയല് വാ കൊണ്ട് വെടിവെക്കും, വെടിയാ പറയുന്നത്, വെടിയാ പറയുന്നത്, അതും പൊളിഞ്ഞു. കാരണം പാകിസ്ഥാനിന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ് പാകിസ്ഥാന്റെ അകത്തെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ വിരുദ്ധതയുടെ രാഷ്ട്രീയമാണ്. അപ്പൊ ഇന്ത്യക്കെതിരെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാകിസ്ഥാനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ വലിയ വലിപ്പത്തിലുള്ള ഒരു രാജ്യമാണ്. ഇപ്പൊ ഈ വലിയ ആൾക്കാർക്ക് വളരെ കൂടുതലുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി ഇവരെ വളരെ പർപ്പസ്ഫുള്ളി, അവരുടെ ആഗ്രഹവും അത് തന്നെയാണ്, അതിനൊരു ആക്കം കൂട്ടുന്നതിന് വേണ്ടിയാണ് ഈ അതിർത്തി 4 വെടിവെക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ ഭീകരന്മാരെ കയറ്റിവിട്ട് അവിടെ ഇവിടെയും ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാക്കും. എന്നിട്ട് അത് അവിടെ പ്രചരിപ്പിക്കും, അവിടുത്തെ മാധ്യമങ്ങളിൽ കൂടിയും അവിടുത്തെ സോഴ്സിൽ കൂടിയൊക്കെ പ്രചരിപ്പിക്കും, ഇന്നതിനെ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ആ ചെയ്തവന് വലിയൊരു ഇമേജാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.